ഹായ്, ഞാൻ ഷരീഫ് പാലക്കാട്. സിറ്റി പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പാലക്കാട് മലമ്പുഴ ITI മുൻവശത്താണ് ഉള്ളത്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് 14 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റും 3 ബെഡ്റൂമുമുള്ള ഒരു വീടിനെ കുറിച്ചാണ്. ആ വീട് ഇവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ആ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ അങ്ങോട്ട് പോവാം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വീട് പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള മലമ്പുഴ ഗവൺമെൻറ് ITI കോളേജിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള 14 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂമുള്ള ആ വീട് ഇതാണ്. ഇവിടെ നിന്നും മലമ്പുഴയ്ക്ക് 3 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. രണ്ടായിരം സ്ക്വയർ ഫീറ്റും 14 സെൻറ്റുമുള്ള ഒരു കിടിലൻ വീടാണ്. ചുറ്റുപാടും ധാരാളം വീടുകളും വില്ലകളും ഉണ്ട്. ടാർ റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ്. വീടിനകത്ത് കയറിയതും ഒരു വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയയാണ്. മൂന്നോ നാലോ കാറുകൾ നിർത്താനുള്ള സ്പേസ് ഉണ്ട്. ഇനി നമ്മൾ ആദ്യം വീടിൻ്റെ പുറം കാഴ്ചകൾ കാണാം. വീടിന് ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട്. 14 സെൻറ്റ് സ്ഥലമാണ്. വീടിൻ്റെ പുറകുവശം ധാരാളം സ്ഥല സൗകര്യങ്ങളുണ്ട്. ഇതിനകത്ത് 4 തെങ്ങാണുള്ളത്. മലമ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ മലകളും താഴ്വാരങ്ങളും എല്ലാം മനസ്സിൽ ഓടിയെത്തും. അങ്ങനെയുള്ള ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. ഈ വീടിൻ്റെ പുറകുവശം നിന്ന് നോക്കിയാൽ കാണാവുന്ന കാഴ്ചയാണ്. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ്. ടൗണിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. മലമ്പുഴ മല താഴ്വാരങ്ങൾ എല്ലാം ഈ വീടിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് മലമ്പുഴ കണക്ഷനുമുണ്ട്. ഒരിക്കലും പറ്റാത്ത കിണറുമുണ്ട്. ഈ വീട് സൗത്ത് ഫേസിങ്ങിലാണ് ഉള്ളത്. ഇതിൻ്റെ മെയിൻ ഡോറ് വെസ്റ്റ് ഫേസിങ്ങിലാണ് ഉള്ളത്. വീടിനകത്ത് കയറിയതും ഒരു സിറ്റ് ഔട്ടാണ് വരുന്നത്. അടുത്ത് നമ്മൾ വീടിൻ്റെ ഉൾക്കാഴ്ചകൾ കാണാം. കയറിയതും ഒരു ഡ്രോയിങ് റൂമാണ് വരുന്നത്. ഡ്രോയിങ് റൂമിൽ നിന്ന് തന്നെ ഡൈനിങ് ഹാളിലേക്കാണ് പോകുന്നത്. വലിയ ഒരു ഹാൾ തന്നെയാണ്. 3 ബെഡ്റൂമാണ് ഉള്ളത്. താഴെ 1ഉം മേളിൽ 2ഉമാണ് ഉള്ളത്. താഴെയുള്ള ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. തരക്കേടില്ലാത്ത വലിയ ഒരു ബെഡ്റൂം തന്നെയാണ്.
അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ ഒരു പൂജാമുറിയുടെ സ്പേസ് ഉണ്ട്. ഹാളിൽ നിന്ന് തന്നെ കിച്ചണിലേക്കാണ് പോകുന്നത്. നല്ല വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു കോമൺ ബാത്തും ഉണ്ട്. കിച്ചണിൽ നിന്ന് തന്നെ പുറകുവശത്തേക്കാണ് പോകുന്നത്. തെങ്ങുകളും വാഴകളും നിറഞ്ഞ നല്ലൊരു അന്തരീക്ഷമാണ് ഉള്ളത്. ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ആണ് വരുന്നത്. മുകളിൽ തന്നെ ഒരു സ്റ്റോർ റൂമാണ്. മുകളിലുള്ള ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. വലിയ ബെഡ്റൂം തന്നെയാണ്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. തരക്കേടില്ലാത്ത വലിയ ബെഡ്റൂം തന്നെയാണ്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഹാളിൽ നിന്നും ഒരു ബാൽക്കണിയാണ് ഉള്ളത്. ധാരാളം സ്പേസ് ഉള്ള വലിയ ഒരു ബാൽക്കണി തന്നെയാണ്. വീടിന്റെ മുൻവശം ധാരാളം വില്ലകളാണ് വരുന്നത്. പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നിന്നും മലമ്പുഴയ്ക്ക് 3 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഗവൺമെൻറ് ITI കോളേജിൽ നിന്നും ഈ വീട്ടിലേക്ക് 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. മലമ്പുഴ എന്ന് കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ആ മലയും അതിൻ്റെ താഴ്വാരങ്ങളും എല്ലാമാണ് വരുന്നത്. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ വീടിൻ്റെ പുറകുവശം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷമാണ് ഈ വീടിന് ചുറ്റുമുള്ളത്. സ്കൂളുകൾ, കോളേജുകൾ, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ എല്ലാം ഇതിൻ്റെ ചുറ്റുവട്ടം തന്നെ ഉണ്ട്. 14 സെന്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റുമുള്ള 3 ബെഡ്റൂം അറ്റാച്ച്ഡുള്ള ഈ വീടും സ്ഥലവും ഇതിൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അവർ ഉദ്ദേശിക്കുന്ന വില 65 ലക്ഷം രൂപയാണ് അവർ പറയുന്നത്. ചെറിയ തോതിലുള്ള നെഗോഷിയേഷൻ എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും ഇഷ്ടപ്പെട്ടുവെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ വിവരം നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇതുപോലെയുള്ള വീടോ സ്ഥലമോ നിങ്ങൾക്കും വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് ലഭിക്കുന്നതാണ്. ഞാൻ അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് വരുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും ഹായ്.